നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് തോന്നുന്നത് ജെനുവിൻ ലവ് ആണോ അതോ ട്രോമ ബോണ്ടിങ് ആണോ? ഒരു ജെനുവിൻ ലവ് ആണെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ വളരെ പീസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ട്രസ്റ്റും റെസ്പെക്റ്റും ഒരു സേഫ്റ്റിയും ഒക്കെ ഫീൽ ചെയ്യും. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളെ ഒരുമിച്ച് ഗ്രോ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് നിങ്ങളായിട്ടിരിക്കാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ട്രോമ ബോണ്ടിങ്ങിലോ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ആയതുപോലെ ഫീൽ ചെയ്യും. ആ റിലേഷൻഷിപ്പിന്റെ പുറത്ത് കിടക്കണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും പറ്റാത്ത രീതിയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് തോന്നുന്നത് ജെനുവിൻ ലവ് ആണോ അതോ ട്രോമ ബോണ്ടിങ് ആണോ എന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം സ്വയമേ ചോദിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ വളരാൻ സഹായിക്കുകയാണോ അതോ ഒരു ഇമോഷണൽ കൺഫ്യൂഷന്റെ സൈക്കിളിൽ കുടുങ്ങിക്കിടക്കുകയാണോ?